കനത്ത പോളിംഗ് ആണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ടൊരു ത്രികോണ മത്സരത്തിന്റെ അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെ കരുതുന്നു ഇന്നലത്തെ കഴിഞ്ഞ പ്രചാരണ ദിവസങ്ങളടക്കം? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാവുന്ന സാഹചര്യത്തിലാണ്. ഈ പോളിംഗ് ശതമാനം കൂടിയത് SIR ഒരു ഫിൽട്ടർ വന്നതുകൂടിയാണ്. ഈ SIR വന്ന് നേരത്തെ ഇല്ലാത്ത വോട്ടുകളും മരിച്ചവരുടെ വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പോയതോടുകൂടി ഇപ്പോൾ ഉള്ള വോട്ടുകളാണ് പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ടാവുക. എന്നാലും പൊതുവിൽ എൻ്റെ ഈ പ്രചരണ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ധാരണ പ്രകാരം നിലനിൽക്കുന്ന ഇടതുപക്ഷ വോട്ടുകൾ, CPIയുടെയും CPMൻ്റെയും മുന്നണിയുടെയും വോട്ടുകൾ പുറമെ വ്യക്തിപരമായി രാഷ്ട്രീയേതരമായി എനിക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടി ചേർന്നാൽ ഭൂരിപക്ഷത്തോട് കൂടി തന്നെ വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെയും പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരു വിലയിരുത്തൽ. വളരെ ശക്തമായ ത്രികോണ മത്സരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ. കരുത്തരായ രണ്ട് എതിരാളികളാണ്. അവരും അവരുടെ മുന്നണികളുമൊക്കെ സജീവമായി തന്നെ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടു. അതിനെ മറികടക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഭരണവികസന നേട്ടങ്ങളാണ് എന്നെ സംബന്ധിച്ച് പ്ലസ് പോയിന്റ്. എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല അത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇടതുപക്ഷ ഭരണം കഴിഞ്ഞ 10 വർഷം സാധാരണക്കാരും ഇടത്തരക്കാരും ജീവനക്കാരും തൊഴിലാളികളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായ സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണം, അതിനെക്കുറിച്ചൊരു പരാതിയും വോട്ടർമാർക്കിടയിലില്ല. ഞാൻ അവിടെയൊക്കെ നടന്ന് അന്വേഷിച്ച ഒരാളാണ്. എല്ലാ സ്ഥലത്തും ചെല്ലുന്നിടത്തൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ സംതൃപ്തരാണ്. അപ്പോൾ അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷം തുടർഭരണത്തിൽ വന്നാൽ അവരുടെ കാര്യത്തിൽ കുറെ കൂടി ഭദ്രമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് അനുഭവമാണ് വോട്ടർമാരെ സംബന്ധിച്ച് പ്രധാനം. മറ്റ് പല പ്രചാരണങ്ങളും നടക്കുമല്ലോ. തെരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റൊരു പ്രചാരണങ്ങൾ നടക്കും. മറ്റൊന്ന്, പൊതുയോഗികൾ വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇപ്പം BJP ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും UDF ആണെങ്കിലും സാമ്പത്തിക നയം കൊണ്ട് അടിസ്ഥാന ജനങ്ങൾക്കെതിരാണ്. അവരുടെ സാമ്പത്തിക നയങ്ങൾ കുത്തക മുതലാളിമാരെയും വലിയ വലിയ അംബാനി അദാനിയൊക്കെ തുടങ്ങിയ വലിയ വലിയ ആളുകളെയും സഹായിക്കുന്നതാണ്. കുത്തക മുതലാളി BJP അടക്കം വലിയ വിവാദങ്ങൾക്ക് വേദിയായി. കിറ്റ് വിവാദം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ തൃശ്ശൂരിലുണ്ടായി. അതൊക്കെ വോട്ടർമാരെ ഏത് നിലയിൽ അവരുമായി കണക്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? കേരളത്തിൽ പ്രബുദ്ധരായ വോട്ടർമാരല്ലേ, അവർക്കറിയാമല്ലോ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണ് വോട്ട് ചോദിക്കേണ്ടത്. ഒരു കിറ്റ് കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ അല്ലല്ലോ വോട്ട് സമ്പാദിക്കേണ്ടത്. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയല്ലേ. ആ രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാവുന്ന പ്രബുദ്ധത കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് വരെയുണ്ട്. അപ്പോൾ അത് അവർക്ക് തന്നെ പ്രതികൂലമായിട്ട് ഭവിക്കുകയും ചെയ്യാം. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അത് തന്നെ വിശേഷം മാധ്യമങ്ങളൊക്കെ അതിൽ വളരെ നല്ല നിലയിൽ ഇടപെട്ടു, അതൊക്കെ എക്സ്പോസ് ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് ഇത് അവർക്ക് തന്നെ ദോഷകരമായിട്ട് വരികയാണ് ചെയ്യുന്നത്. 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. 100%. എനിക്ക് നേരത്തെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആശങ്ക ഉണ്ടായിരുന്നു. ആ ആശങ്ക പൂർണ്ണമായി മാറി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് കൃത്യമായ എൻ്റെയും മുന്നണിയുടെയും പാർട്ടിയുടെയും വിലയിരുത്തൽ. അവസാനം ഒരൊറ്റ കാര്യം, തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ആവേശം, സാംസ്കാരിക നഗരിയുടെ തിരഞ്ഞെടുപ്പ് ആവേശം ഉൾക്കൊണ്ട് 2 വരി കവിത ചൊല്ലാൻ പറഞ്ഞാൽ അങ്ങേക്ക് കഴിയുമോ? അല്ല, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ അതിനോട് ബന്ധപ്പെട്ടൊരു കവിത ചൊല്ലാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാനിതുപോലെ ഒരിക്കൽ സാന്ദർഭികമായിട്ട് ഇടശ്ശേരിയുടെ വരികൾ ഓർത്തു. ഇടശ്ശേരി എനിക്ക് ഗുരുസ്ഥാനീയനായിരുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരിൽ നിന്നൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് കവിത ചൊല്ലിയതിന്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച്, ജീവിതം വിരിച്ചിട്ട ശയ്യയല്ല, അതൊരു പക്ഷേ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകും. അപ്പം അദ്ദേഹം അതിനെ പറയുന്നത് ആ ഉയർച്ച താഴ്ചകൾ എനിക്ക് രസമാണെന്നാണ്. എനിക്ക് രസം ഈ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ. നിമ്നോന്നതം എന്ന് പറയുന്നത് ഉയർന്നും താണുമുള്ള വഴി, അതിലൂടെ തേരോടിക്കുന്നത്, വണ്ടി ഓടിക്കുന്നത് എനിക്ക് രസമാണ്. എനിക്ക് രസം ഈ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ. ഇതേതിരുൾ കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ. ഇതേതിരുൾ കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ. ആ രശ്മികളെ വിടാതെ ഏത് ഇരുട്ടിൻ്റെ കുഴികളിലൂടെയും പോകാനുള്ളൊരു കാവ്യ പരിശീലനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് എനിക്ക് എല്ലാവരോടുമുള്ള ഒരു ആശംസ. നമ്മൾ വിരിച്ചിട്ട ശയ്യയിലൂടെ അല്ല പോകുന്നത്. ഉയർച്ച താഴ്ചകൾ, സുഖദുഃഖങ്ങൾ, ഇരുളും വെളിച്ചവും, അതിലൂടെ ആ പ്രതീക്ഷയുടെ രശ്മികളെ വിടാതെ മുന്നോട്ട് പോവുക.
അപ്പോൾ എല്ലാവിധ ആശംസകളും ഇരുളും വെളിച്ചവും കടന്ന് വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ഥാനാർത്ഥി ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. ഒട്ടേറെ സംഭവവികാസങ്ങൾ തൃശ്ശൂരിൽ നടന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്നാണ് കവി കൂടിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മളോട് അനുഭവമായി പങ്കുവെക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.